അങ്ങനെ നമുക്ക് പോകാനുള്ള ദിവസമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകാനായിട്ട് റെഡി ആവണം. പെട്ടി പാക്ക് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. എൻ്റെ ആൻറ്റിയും കസിൻ സിസ്റ്ററും കൂടെ ഇരുന്നാണ് പെട്ടി പാക്ക് ചെയ്യുന്നത്. എൻ്റെ ആൻറ്റിയുടെ വീടാണ്. ആൻറ്റി എന്ന് പറയുമ്പോൾ അമ്മയുടെ അനിയത്തിയുടെ വീടാണ്. അപ്പോൾ അവിടെയാണ് നമ്മൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്യാൻ വന്നിരിക്കുന്നത്. രാവിലെ തന്നെ ആൻറ്റി നല്ല കിടിലൻ ബീഫ് കറിയും അപ്പവും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഴിക്കാനായിട്ട്. പക്ഷേ എനിക്കുണ്ടല്ലോ സത്യത്തിൽ വിശപ്പില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല. ഇനിയൊരു സത്യം പറയട്ടെ, ഞാനല്ല, എൻ്റെ കസിൻ സിസ്റ്ററാണ് പോകുന്നത്. ആക്ച്വലി അങ്കിൾ ഖത്തറിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആൻറ്റി അങ്ങോട്ട് ഓൾറെഡി പോയിട്ടുണ്ട്. അപ്പോൾ ഇവൾ ഇന്ന് പോവുകയാണ്. രാവിലെ 10:30 ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ പോകുന്നതിന് മുമ്പേ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങി. അവളുടെ ഫസ്റ്റ് ഫ്ലൈറ്റാണ്. അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അവൾ മാനേജ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പെട്ടിയെ കൊണ്ട് പാക്ക് ചെയ്ത് കാറിൻ്റെ അകത്ത് വെച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. ഇപ്പോൾ രാവിലെയെന്നില്ല, ഉച്ചയെന്നില്ല, വൈകിട്ടെന്നില്ല, എല്ലാ സമയത്തും വെയിലും കണക്കാണ്. അങ്ങനെ ഫൈനലി നമ്മൾ ട്രിവാൻഡ്രം എയർപോർട്ട് എത്തിയിരിക്കുകയാണ്. ലാസ്റ്റ് മിനിറ്റാണ് കേട്ടോ ഓർമ്മ വന്നത്, നമ്മൾ ചാർജർ വെച്ചില്ലായിരുന്നു. ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും അവളുടെ 2 ഫ്രണ്ട്സ് ഓൾറെഡി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവളുടെ കൂടെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ അവളെ യാത്രയാക്കാനായിട്ട് പോവുകയാണ്. ആക്ച്വലി ഞാൻ ഇട്ടിരിക്കുന്ന ഡെനിം ഡ്രസ്സിൻ്റെ വീഡിയോ ഓർഡർ ഇട്ടപ്പോൾ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അടിയിൽ ടീഷർട്ട് ഇട്ട് പെയർ ചെയ്തൊന്ന് കാണിക്കാമെന്നേ. അപ്പോൾ ഞാനിപ്പോൾ പെയർ ചെയ്തിരിക്കുന്ന ഒരു വൈറ്റ് കളർ ടീഷർട്ടാണ്. അപ്പോൾ ഞാൻ എന്തായാലും ലിങ്ക് സൈഡിൽ കൊടുത്തേക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ ഓൾറെഡി ഒരു Q&A പ്ലാൻ ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എന്തായാലും ആ വീഡിയോ ഞാൻ താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ ആ വീഡിയോ താഴെ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. പോകുന്നത് അവളാണെങ്കിലും എനിക്കൊന്ന് വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റ് ആയിരുന്നു. ഒരു ദിവസം ഞാൻ ഇതുപോലെ പോകുന്നുള്ളൊരു സാധനം എൻ്റെ മൈലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ പോയപ്പോഴത്തേക്കും കുറേ പേര് ഇങ്ങനെ കരയുന്നുണ്ട്, അവർ റിലേറ്റീവ്സൊക്കെ പോകുന്നത് കണ്ടിട്ട്. അപ്പം ഞാനിങ്ങനെ പല കാര്യങ്ങളിങ്ങനെ ഓർത്തെടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കൂടുതലൊന്നും അതിലോട്ട് പോകണ്ട. അങ്ങനെ അവൾ അവസാനം ചെക്ക് ഇൻ ചെയ്ത് അകത്തോട്ട് പോയിട്ടുണ്ട്. അങ്ങനെ അവളെ യാത്രയാക്കി നമ്മൾ കാർ പാർക്കിങ്ങിലോട്ട് പോവാണ്. നേരെ വീട്ടിലെത്തി ഒന്ന് ഉറങ്ങിയാൽ മതി എന്നുണ്ടായിരുന്നു. പക്ഷേ അതിനപ്പുറം നല്ല വിശപ്പും ഉണ്ട്. എങ്ങനെയെങ്കിലും വീട്ടിൽ നിറയെ കഴിക്കണം, എന്നിട്ട് കുറച്ച് സമയം കിടന്ന് ഉറങ്ങണം. അപ്പോൾ ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. അപ്പോൾ വീണ്ടും കാണാം. ടാറ്റാ.